അപ്പോൾ അച്ഛന്മാരെ ഇന്ന് ഞങ്ങൾ എയർപോർട്ടിലോട്ടൊന്ന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ എയർപോർട്ടിലെത്തി. ഇവിടെ കറക്റ്റ് നമുക്ക് റൺവേയിൽ ഫ്ലൈറ്റ് ഇറങ്ങണതും പോണതൊക്കെ കാണാൻ പറ്റും. ഇവിടെ ജർമ്മനിൽ ബസൂക്കർ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയാണ്. ബസൂക്കർ പാർക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ തൊട്ടടുത്ത് വന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങണ രീതിയിലുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അലക്സും കൂടി അത് കാണാൻ വേണ്ടി വന്നേക്കണതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ അത് ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ട് എയർപോർട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം നടക്കാനുണ്ട് ഇവിടെ നിന്ന്. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ബസൂക്കർ പാർക്കാണ്. അതായത് നമ്മളിതുപോലെ സന്ദർശകർക്ക് വരാൻ വേണ്ടി തന്നെ എയർപോർട്ടല്ല, പക്ഷേ എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെയുള്ളൊരു ഗ്യാലറി, മീൻസ് നമുക്ക് ഫ്ലൈറ്റ് പൊങ്ങുന്നത്, ലാൻഡ് ചെയ്യുന്ന അങ്ങനെയുള്ള പരിപാടികൾ കാണാം. അതേപോലെ തന്നെ ഇവിടുത്തെ പണ്ടത്തെ വർഷങ്ങൾക്ക് മുമ്പ് 1900-ലൊക്കെ യൂസ് ചെയ്തേക്കുന്ന ഫ്ലൈറ്റുകളുടെ എൻജിൻ, അതേപോലെ തന്നെ ഇവിടെ നോട്ട് റൂഫിന് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളുണ്ട്. അങ്ങനത്തെ ഹെലികോപ്റ്ററൊക്കെ ആദ്യം ഇവിടെ യൂസ് ചെയ്ത ഹെലികോപ്റ്ററൊക്കെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് മ്യൂസിയം ഉണ്ട്. കുറേ ഫ്ലൈറ്റിൻ്റെ ഓരോ പാർട്സൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ ഫ്ലൈറ്റുകളുടെ പാർട്സും ഇവിടെ ഉപയോഗിച്ച നോട്ടാർച്ച് എന്ന് പറയുന്നൊരു ഹെലികോപ്റ്റർ ഉണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യം വന്നാൽ നമ്മൾ ആ നമ്പറിൽ വിളിക്കും, ആ ഹെലികോപ്റ്റർ വരും. അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഫസ്റ്റ് ജർമ്മനിയുടെ ഹെലികോപ്റ്റർ ഉണ്ട്, നോട്ടാർച്ചിൻ്റെ. ആ ഹെലികോപ്റ്റർ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്. ആ ഹെലികോപ്റ്റർ അവിടെ ഇരിപ്പുണ്ട്. ജെറ്റ് വിമാനങ്ങൾ, അങ്ങനെ കുറേ പരിപാടികളുണ്ട് അവിടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ പുതിയതായിട്ട് വന്നിറങ്ങുന്നതും പൊങ്ങുന്നതായിട്ടുള്ള ഫ്ലൈറ്റൊക്കെ ആണ്. അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ് ഇവിടെ. അവൻ പറഞ്ഞത് കേട്ടില്ലേ, അതാണ് സംഭവം. അപ്പം ഇവൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, അലക്സ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനിതുവരെ വന്നിട്ടില്ല ഇവിടെ. അപ്പം ഇവൻ എന്നെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പം എനിക്കിത് ഫ്ലൈറ്റ് ഇറങ്ങണതൊക്കെ, ഞാൻ ഇച്ചിരി ഫ്ലൈറ്റിനോടൊക്കെ ക്രേസുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കത് കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ ആക്ച്വലി ഇവിടെ ഒരു തവണ വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം അവിടെ പാർക്കിൽ വെച്ച് ഒരു പുള്ളിക്കാരിയായിട്ട് ചുമ്മാ പരിചയപ്പെട്ടു. ഇങ്ങനെ ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്നും ഇങ്ങനെ ഇവിടെ നേഴ്സിംഗ് ചെയ്യാൻ വന്നാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് കറങ്ങാൻ വന്നാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എനിക്ക് ഇവിടെ ഉള്ള മൊത്തം കാര്യങ്ങളും പറഞ്ഞു തന്നായിരുന്നു. ഇവിടെ കിടക്കുന്ന ഓരോ ഫ്ലൈറ്റിൻ്റെ കേസും, അവിടെ ഫ്ലൈറ്റിൻ്റെ എൻജിൻ, അതേപോലെ തന്നെ നോട്ടാർച്ചിൻ്റെ ഹെലികോപ്റ്റർ, അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഇവരെനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി മൊത്തം തന്നെ അറിയാം എനിക്ക്. അപ്പം ഞാൻ കണ്ടിട്ടില്ല എന്തായാലും. ഞാൻ എന്തായാലും ഇന്നത് ആദ്യമായിട്ട് കാണാൻ പോകണത്. ഇവിടെ ജസ്റ്റ് ഈ എയർപോർട്ടിലാണ് ഞാൻ വന്നിറങ്ങിയത് ആദ്യമായിട്ട്. അപ്പം വന്നിറങ്ങിയപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണാൻ പറ്റിയില്ല. അവർ വന്നിറങ്ങിയതിൻ്റെ ടെൻഷനും സ്ട്രെസ്സും കാരണം. പിന്നെ എന്തായാലും മാനിയായിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫ്ലൈറ്റ് കാണാൻ മാത്രമല്ല, ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഒന്ന് ഫ്രീ റിലാക്സ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വലിയ ഗ്രൗണ്ടാണ്. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഒന്ന്, വെയിലൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ സീസൺ വെച്ച്. ഇപ്പം വിന്ററോ എന്നാണ്, സമ്മർ ആയിട്ടില്ല, സ്പ്രിംഗ് സീസൺ. ആ സീസൺ ആയതുകൊണ്ട് തന്നെ മൊത്തം വെയിലായിരിക്കും. അപ്പം ജർമ്മനിയിൽ അറിയാലോ പൊതുവെ മൊത്തം തണുപ്പായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ചൂട് കൊള്ളാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കും. ഇവിടെ നിറച്ച ആൾക്കാരാണ്. ഇവിടെ മൊത്തം ഇങ്ങനെ എല്ലാവരും വന്നിരിക്കും. ചുമ്മാ എയർപോർട്ട് കാണാൻ മാത്രമല്ല, ഇവിടെ ഒരു വലിയ ഗ്രൗണ്ട് ആയിട്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കും. ഒറ്റ പട്ടിക്കില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം വന്നിരിക്കും. സാധാരണ ഇവിടെ നിറച്ച ആൾക്കാരല്ല, പക്ഷെ ഇന്ന് ഒറ്റ പട്ടിക്കുഞ്ഞില്ല. അതേ ബെനലി എവിടെ ബെനലി കാണിച്ചു തന്നിട്ട് ഞാനത് പിടിക്കാനായിട്ട് പോയപ്പോഴും ബെനലി അപ്പുറത്തെ പറമ്പിലെത്തി. അറിയില്ല ഗൈസ്. നമ്മുടെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവുക, ഇറങ്ങുക, ആ പരിപാടി. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ജർമ്മനി എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ട് വരുന്നേക്കാളും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് ജർമ്മനി മ്യൂണിക് എയർപോർട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ട് തൊട്ടുള്ള ഓരോ ഫ്ലൈറ്റിൻ്റെ ഓരോ പാർട്സ്, ഇങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അവർക്ക് വേണ്ടി തന്നെ കുറേ മ്യൂസിയങ്ങൾ, ഫ്ലൈറ്റിൻ്റെ ഓരോ പാർട്സ് അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നടക്കുന്ന വഴി കൂടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫ്ലൈറ്റ് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന കുറേ പിള്ളേരുടെ ഫോട്ടോസ്, അങ്ങനെയുള്ള അതായത് ഇവിടെ കറക്റ്റ്, അതായത് നമ്മ ട്രഡീഷൻ, അതായത് ഫ്ലൈറ്റ് ഇപ്പോൾ വന്നിറങ്ങിയ ടൈം തൊട്ടുള്ള ഹിസ്റ്ററി ഇവർ സൂക്ഷിക്കുന്നുണ്ട്. ഒരു പോലും ടിക്കറ്റ് എടുക്കണ്ട, നമുക്കിതെല്ലാം കയറി കാണാം. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് പൊങ്ങുന്നത് എന്ത് വേണം ചെയ്യാം. പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും കയ്യാലപ്പുറത്തും മാണ്ടപ്പുറത്തൊക്കെ കയറി എന്നിട്ട് വേണം ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കാണാം. അത് തന്നെ. ഞാനൊക്കെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാറ്റൂർ പോലെ മലയാറ്റൂർ പോകുമ്പോൾ ഞാൻ പപ്പയെടുത്ത് പറയും, നെടുമ്പാശ്ശേരിയിൽ നിർത്തിയിട്ട് ഫ്ലൈറ്റ് പൊങ്ങണമെന്ന് താഴ്ന്നതൊക്കെ കണ്ടിട്ട് പോകാമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡുള്ള ഒരാളാണ് ഞാൻ. ഇവൻ ആ പട്ടിക്കാട്ടിന്ന് പറഞ്ഞിട്ട് മലമുക്കിന്ന് നോക്കിയ പൊട്ട് പോലെയൊക്കെ ഒരു ഫ്ലൈറ്റ് പോകുന്നതാണ്, അതേ ഉണ്ടായിരുന്നുള്ളൂ.
ഇവിടെ വന്നപ്പോൾ ഇവനതൊരു എന്താണ്ടും വലിയ സംഭവം കിട്ടിയ പോലെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്താണ് ഫ്ലുഗാഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ദൂരമൊന്നുമില്ല, ഞങ്ങൾക്ക് ജസ്റ്റ് റീച്ച് ചെയ്യാവുന്ന ദൂരമുള്ളൂ. ജർമ്മനിലാണ് ഫ്ലുഗാഫൻ. അതെ അതെ, ഫ്ലുഗാഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ജർമ്മൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും മോസ്റ്റ്ലി വീഡിയോസ് കാണുന്നത്, അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാം, ഫ്ലുഗാഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് എന്നാണ് അർത്ഥം. ഫ്ലൂക്സ്യൂഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോപ്ലെയിൻ. അപ്പം ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ആ മലമണ്ടയിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ എന്നാണ് ഇവൻ പറയണത്. എനിക്കറിയാൻ പാടില്ല, ഞാൻ എന്തായാലും പോയിട്ട് അവിടെയുള്ള ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ട്, നമ്മളിങ്ങനെ പാർക്കിലോട്ട് നടക്കുന്ന വഴി ഇങ്ങനെ മൊത്തം ഓരോ ഫോട്ടോസാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്തൊക്കെ പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന അങ്ങനത്തെ ഓരോ പോയിൻ്റാണ്. ഇവിടെ എല്ലാം എഴുതിയും വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഓരോ കേസ്. വായിച്ച് വെച്ച് ഞങ്ങൾക്ക് അതാണ് മനസ്സിലായത്, എന്നാന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഓരോരോ നാട്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയത്, ഫ്ലൈറ്റ് ഇറങ്ങിയത്, ഫ്ലൈറ്റിൻ്റെ ഓരോ വ്യത്യസ്തമായ മീൻസ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങണമുണ്ട്, അവിടെ ഇറങ്ങണം, ഇവിടെ ഇറങ്ങണം, അങ്ങനെ ഓരോരോ കേസ്, അങ്ങനെയുള്ള ഓരോ കേസുകളെ കാണിച്ചുകൊണ്ടുള്ള നമുക്കൊരു സത്യം പറഞ്ഞാൽ ഇവിടെ ഫ്ലൈറ്റ് കയറാത്തവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കെല്ലാം വേണ്ടിയിട്ടൊരു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പം അലക്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ബീച്ചിലിറങ്ങി ഇങ്ങനെ ഫ്ലൈറ്റിനായാലും പലതരത്തിലുള്ള ഫ്ലൈറ്റുകൾ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇത് കണ്ടോ ഹെലികോപ്റ്റർ. അതായത് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കാണുന്നവരുടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറേ ആർട്ട് ഗാലറീസ് ഉണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ കുറേ ഫോട്ടോസ് ഇവിടെ ഇവർ വെച്ചേക്കണം കാണാം. നമുക്ക് ഈ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ജസ്റ്റ് എക്സാക്റ്റ് പിക്ചർ ഇതിൻ്റെ, എല്ലാം കാണിച്ചെടുക്കണ്ട. ഇപ്പം നിങ്ങൾ മ്യൂണിക്ക് എയർപോർട്ട്, എനിക്കറിയില്ല മ്യൂണിക്ക് എയർപോർട്ടിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളതെന്നുള്ളത്. ജർമ്മനിൽ ഇപ്പം വേറെ എയർപോർട്ടിലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അതായത് കണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനൊരു പരിപാടി ചെയ്തേക്കുന്ന അടിപൊളിയാണ്. എന്തായാലും ഇപ്പം ഫ്ലൈറ്റ് കാണാനും എൻജോയ് ചെയ്യാനും നമുക്കൊരു അവസരമാണത്, അടുത്ത് കാണാനും. ഇപ്പം ഫ്ലൈറ്റ് കയറുമ്പോൾ മാത്രമാണ് നമുക്ക് ഫ്ലൈറ്റ് അടുത്ത് കാണാൻ പറ്റുള്ളൂ സാധാരണ രീതിയിൽ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇവരിങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി വെച്ചേക്കണ കാരണം നമുക്ക് ഫ്ലൈറ്റ് ഇറങ്ങണതും ടേക്ക് ഓഫ് ചെയ്യണതൊക്കെ നമുക്ക് റിയലായിട്ട് നല്ല നമ്മുടെ തൊട്ടടുത്ത് വന്ന രീതിയിൽ കാണാനൊക്കെ ഉള്ള ഒരു ഇതുണ്ട് നമുക്ക്. അപ്പോൾ അതൊരു നല്ല പരിപാടിയാണത്. കണ്ടോ ഫ്ലൈറ്റ് ഇത് ക്രാഷ് ചെയ്ത് കിടക്കുന്നത് ഫ്ലൈറ്റ്, അങ്ങനെ എന്തൊരു ഫോട്ടോ ആണത്. ജർമ്മനിയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ, അതായത് നോട്ട് റൂഫ് കാര്യങ്ങൾക്ക് എമർജൻസി കാര്യങ്ങൾക്ക് വന്ന ഹെലികോപ്റ്റർ. എൻ്റെ കുറച്ച് നാളത്തെ മുമ്പുള്ള, അതായത് 2-3 വീഡിയോസിന് മുമ്പുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഹെലികോപ്റ്റർ ഞങ്ങളുടെ അവിടെ വന്നിറങ്ങിയതിനെ പറ്റി. അപ്പം ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു വേർഷനാണിത്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു സാധനമാണ് ജർമ്മനിയിൽ കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്ന് ഓടിക്കൊണ്ടിരുന്ന ആദ്യത്തെ ഫ്ലൈറ്റ്. ഇതാണ് ആദ്യത്തെ, അതായത് ഏറ്റവും ആദ്യത്തെ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ. അപ്പം ഇത് ഹെലികോപ്റ്റർ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വേറെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കൊച്ചുങ്ങളൊക്കെ ആ ഫ്ലൈറ്റിൽ കയറിയിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് വേറൊരു വലിയ ഫ്ലൈറ്റ് ഉണ്ട്. കറക്റ്റായിട്ട് ഞാൻ അടുത്തു നിന്നുള്ള വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ എയർപോർട്ട് സുവനീർസ്, അതായത് നമുക്ക് ഫ്ലൈറ്റായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൈറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗ്യാതറിംഗ് ആണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ജർമ്മനി എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ ഒഫീഷ്യൽ ഫ്ലൈറ്റാണ് ലുഫ്താൻസിയ എന്ന് പറയുന്നത്. നമ്മുടെ അവിടെ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഒഫീഷ്യൽ ഫ്ലൈറ്റാണ് ലുഫ്താൻസിയ. അതാണ് ഈ കിടക്കുന്നത്. അതായത് ഇതല്ല, എൻ്റെ ഒരു മോഡൽ ഇവിടെ പിള്ളേർക്ക് വേണ്ടി ചെയ്തു വെച്ചേക്കുന്നത്. ഫ്ലൈറ്റിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇതുകൊണ്ടോ ഓരോ ഫ്ലൈറ്റിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ആ കിടക്കുന്ന ഫ്ലൈറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡെമോ ഉള്ളൂ. പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒറിജിനലായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ഓരോ ഫ്ലൈറ്റുകളാണ്. അതിപ്പോൾ അവർ ഡെമോ ആക്കി വെച്ചേക്കുന്നത്. ഇതുകൊണ്ടോ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഓരോ ഫ്ലൈറ്റുകൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ജസ്റ്റ് ഒരു പാർക്ക്, ഇതൊക്കെ ഒരു നല്ല ഐഡിയാസായിട്ട് തോന്നുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൻ്റെ ഓരോ കാര്യങ്ങൾ, ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ വെച്ച് അതിനകത്തുണ്ട്. പക്ഷേ അതിനകത്ത് കയറണേ പൈസ കൊടുക്കണം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ഇതുണ്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലുഫ്താൻസിയുടെ തന്നെ ഫ്ലൈറ്റ് ഒരു ഇരിക്കുന്ന എങ്ങനെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു ഡെമോ ജസ്റ്റ് അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ സാധാരണ പാർക്കിലുള്ള റൈഡ്സ് എൻജോയ് ചെയ്യണ ഇതെല്ലാം ഫ്രീ ആട്ടോ. ഇവിടെ അല്ല, ഈ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഫ്രീ ആണ്. ഇതിനകത്ത് ഏത് വേണേലും ആർക്ക് വേണമെങ്കിലും എന്ത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഇത് കൂട്ടൊക്കെ പിള്ളേർക്ക് മാത്രം. അതുകൊണ്ട് ലുഫ്താൻസിയുടെ ആദ്യമൊക്കെ ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ഫ്ലൈറ്റാണ് ആ കാണുന്നത്. കണ്ടോ അത്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കുറേ, എനിക്ക് തോന്നുന്നു 1900 ആ സമയത്തൊക്കെ, ആ വർഷത്തിലൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഫ്ലൈറ്റൊക്കെയാണ് ടോപ്പ് കിടക്കുന്നത്. ഇതുകൊണ്ടോ ലുഫ്താൻസിയുടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നത്, ജർമ്മനിയുടെ ഒഫീഷ്യൽ ഫ്ലൈറ്റാണ് ഇത്. ആക്ച്വലി
പാസഞ്ചർ വിമാനമാണോ അതോ യുദ്ധത്തിന് ഉപയോഗിച്ചാണോ ഒന്നും അറിയില്ല. ഇത് ഒറിജിനൽ വിമാനമാട്ടോ. ഇവിടെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ അവർ പാർക്കിൽ കയറ്റി വെച്ചിരിക്കുന്നൊരു വിമാനമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ സ്വിറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് ആ കാണുന്നത്. എന്താ ജർമ്മനിയുടെ തൊട്ടടുത്ത് കിടക്കുന്നൊരു കൺട്രിയാണ്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയല്ല. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതാണ്ട് ഈ മലയുടെ മേളിൽ കയറിയാൽ തൊട്ട് താഴെ റൺവേ ആണ്. അതിലൂടെ ഓരോ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് എല്ലാ പരിപാടിയും കാണാം കറക്റ്റായിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഇതിനകത്തോട്ട് കയറണമെങ്കിൽ ഇവിടെ പൈസ കൊടുക്കണം. എത്രയാണെന്ന് അറിയില്ല. നമ്മുടെ കാർഡൊക്കെ വെച്ച് ഇവിടെ പൈസ മറ്റേ എമൗണ്ട് ആയിട്ട് എടുക്കില്ല. അതുപോലെ തന്നെ കാർഡ് വെച്ച് ഇവിടെ പേയ്മെൻറ്റ് നടക്കത്തുള്ളൂ. അങ്ങനെയുള്ള കേസല്ല ഇവിടെ. പക്ഷേ പൈസ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിലെ പോയാൽ ഇതിൻ്റെ വീട്ട് ആ മലയുടെ അടി ചെല്ലാൻ പറ്റും. നമ്മൾ കൂടായപ്പോൾ നോക്കിയാണല്ലോ പോണേ. അങ്ങനത്തെ എല്ലാ കേസും കാണാൻ പറ്റും. ഇതുണ്ടോ ഓഡിയുടെ ഒഫീഷ്യൽ ഷോറൂം ആട്ടോ കാണണേ. അതുകൊണ്ട് ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട്. ഓഡിയുടെ ഒഫീഷ്യൽ ഷോറൂം. അതായത് അവിടെ നമ്മുടെ കാറിൻ്റെയൊക്കെ കാറ് ബിൽഡ് ചെയ്യുന്നതല്ല, കാറിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഒക്കെ ചെയ്യണ പരിപാടി കേട്ടോ അത്. അനേക്ക് എൻ്റെ അടുത്ത് ആ മദാമ പറഞ്ഞത് എനിക്കൊന്നും അറിയത്തില്ല. ഇവിടെ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചാലേ കണ്ടോ. ഇവിടെ ഡ്രോൺ പറത്താൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറേ എയർപോർട്ടിലും കാര്യങ്ങളിലൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. അതായത് ഇവിടെ ഡ്രോൺ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, നോ ഡ്രോൺ പറത്തണ കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല. കാരണം ഇത് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ള കാരണം നമ്മൾ ഡ്രോണും കാര്യങ്ങളൊന്നും പറത്താൻ പാടില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ അങ്ങനത്തെ പരിപാടികളൊന്നും ആയിട്ട് ആരും വരരുത്. പണിയാണ് ഇവിടെ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു 4-5 മരമുണ്ട്. കഴിഞ്ഞോളം ഞാനിവിടെ വന്നപ്പം പിന്നെ അത് നിറച്ച് മൂങ്ങകളായിരുന്നു. ഞാനത് കാണുമെന്ന് കരുതി. ഇവിടെ എന്ന് പറഞ്ഞാൽ വൈകിട്ടാകുമ്പോൾ തന്നെ വന്നിരിക്കുന്നതാണെന്നാണ് എൻ്റെ അടുത്ത് ആ പുള്ളിക്കാരി പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഒറ്റ മൂങ്ങയില്ല. ഉണ്ടോ ഇവിടെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ രാത്രി 7:30 ആയിട്ടാണ്. 7:30 ആയതിൻ്റെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഉണ്ടോയെന്ന് നോക്കിയാൽ സമയം രാത്രി 7:30 പക്ഷെ പകല് പോലെയാണ്. അപ്പോൾ ബസൂക്കർ പാർക്ക് എത്തിയട്ടാ. അപ്പോൾ ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫ്ലൈറ്റ് എവിടെ നിന്നാണ് ഫ്ലൈറ്റ് വന്നിറങ്ങണതും പിന്നെ ടേക്ക് ഓഫ് ചെയ്യണത് കറക്റ്റ് അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കുറച്ചുകൂടെ നടക്കാനുണ്ട്. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ചാമാരെ ഞങ്ങൾ സ്ഥലത്തെത്തിയട്ടാ. ഇനിയിപ്പോൾ ഏതെങ്കിലും ഫ്ലൈറ്റ് വന്നിറങ്ങുമ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് നിങ്ങളെ ആ ഒരു റൺവേയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. കണ്ടോ, ഇതാണിത് മെയിനായിട്ടുള്ള റൺവേ. ഇതാണ് ഇവിടെ. ഇപ്പോൾ ജസ്റ്റ് ഫ്ലൈറ്റുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ഫ്ലൈറ്റുകളും കാര്യങ്ങളൊന്നും ഇറങ്ങണമെന്നും കണ്ടിട്ടില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഫ്ലൈറ്റുകൾ വരുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ലുഫ്താൻസയുടെ ഒരു ഫ്ലൈറ്റാണ് ഇതേ. കണ്ടോ, അത് ഇതേ ടേക്ക് ഓഫ് ചെയ്യാനോ അത് വന്നിറങ്ങിയതാണ്. ഇപ്പോൾ വരുന്ന കണ്ടോ, അത് ഇപ്പോൾ വന്ന് ലാൻഡ് ചെയ്തതാണ്. ഇപ്പോൾ അതേ ആ ഒരു പാരലായിട്ട് തന്നെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പോണ ഫ്ലൈറ്റാണ്. ലുഫ്താൻസയാണ്. അതായത് ജർമ്മനിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഫ്ലൈറ്റാണത്. ലുഫ്താൻസ എന്ന് പറയുന്നത്. അച്ഛന്മാരതേ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പോയാണ്. ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പോയാണ്. നല്ല സ്പീഡിൽ ഓടിയിട്ട് തന്നെയുണ്ട്. അത് പൊങ്ങണം നമുക്ക് കാണാം. കണ്ടോ, അത് ടേക്ക് ഓഫ് എടുത്തത് പോകേണ്ട സ്ഥലത്തോട്ട് പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഫ്ലൈറ്റിനോട് ക്രേസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പറയണ്ട. അതൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ടൊന്നും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഇവിടെ തന്നെ ഇരുന്ന് ഇതൊക്കെ കാണാനായിട്ട്. അധികം രാത്രി ആവാത്ത